ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എനിക്ക് അവളെ വിളിച്ചിറക്കൊണ്ട് വരേണ്ടി വരും. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി നടക്കാൻ വയ്യോ? അച്ഛാ, എനിക്ക് 21, ഇവക്ക് 18. പിന്നെന്താ പ്രശ്നം? എന്തെങ്കിലും കാണിക്കേ. ചേച്ചി, വിളക്കെട്. വിളക്ക് നിന്റെ കൂടെ ഉള്ളു. ആളു, ഇതാണ് നമ്മുടെ ഇനി കൊട്ടാരം. വാ. അമലേട്ടാ, ചായ. ആളൂട്ടി, രാവിലെ തന്നെ അടുക്കള കയറിയാ? ആ, ചേച്ചി സഹായിക്കേ. ആ, അത് നന്നായി. ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഡയറി മിൽക്കല്ലേ, അത് ഞാൻ കൊണ്ട് വൃത്തി വെച്ചിട്ട്. അതല്ല, എനിക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യം. ഞാൻ മറന്നിട്ടില്ല മാളൂട്ടി. എന്റെ ജോലി ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എനിക്കറിയാം ചേട്ടാ അവസ്ഥ. പക്ഷേ ഞാനും പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ എനിക്ക് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാമല്ലോ. അതൊന്നും വേണ്ട. നിന്നെ ഞാൻ ജോലിക്ക് വിടാറുന്നല്ലേ കെട്ടിക്കൊണ്ടുവന്നത്. നിന്നെ അത്ര ഇഷ്ടമായിട്ടാ. അതെനിക്കറിയാം. അമലേട്ടാ, ഇങ്ങോട്ട് ഇറങ്ങിയാ. ഏത് നേരം നോക്കിയാലും കഥ അടച്ചിട്ട് ഈ ഭാഗത്ത്. അച്ഛാ, ഇങ്ങനെ പറയാതെ, കൂടെ ഒരു കുട്ടിയുള്ളതാ. ഓ, അതിനെന്താ, രണ്ടും പൊടി കുപ്പികളാ. എന്താ അച്ഛാ? നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ ജംഗ്ഷനിൽ വേണുവിന്റെ കടയിൽ. നാളെ അവന് പോകണം, ക്യാഷ്യറായിട്ടാണ്. അച്ഛാ, കഴിഞ്ഞ വർഷം ഞാൻ ജോലി ചെയ്ത സ്ഥലം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവിടുത്തെ മുതലാളി ചുമ്മാ എന്നോട് ചൊറിയാൻ വരും. ഇതുപോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ ഞാൻ കളഞ്ഞിട്ടില്ല. ഉള്ളാരും ഞാൻ പറഞ്ഞേക്കാം. നിനക്കൊരു ജോലി ഒപ്പിക്കാൻ അച്ഛൻ എന്തോരം കഷ്ടപ്പെടുന്ന അറിയോ? അതിനിടയ്ക്കാ അവന്റെ ഒരു കല്യാണ കഴിപ്പ്, ജോലി പോലും ഇല്ല. നിനക്ക് ജോലിക്ക് പോകണന്റെ ഹുങ്കാണ്, പിന്നെ കല്യാണം കഴിക്കാതെ നിൽക്കണ അസൂയി. അവളുള്ളോണ്ടാ നീ നിന്റെ ഭാര്യയും മലയൊക്കെ കഴിക്കുന്നത്. അവളുണ്ടാക്കി തന്നെ കഴിച്ചിട്ട് അവളെ വിഷമിക്കുന്നത്. പിന്നെ അനിയ ഇതുപോലൊരു പണി കാണിച്ചാലേ അവൾക്ക് എവിടെ നിന്ന് കിട്ടാനാ പയ്യെ? നിനക്ക് നിന്റെ കാര്യം, ഒരു ചേച്ചിയുള്ള കാര്യം ഓർത്തെങ്കിലും നീ ഈ പണി കാണിക്കുമായിരുന്നു. അച്ഛൻ ഒപ്പിച്ചേരുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ട് അവളുടെ വീട്ടുകാരെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ജീവിക്കാൻ നോക്കുന്നു. ഞാൻ മാളിലെ കെട്ടിയില്ലെങ്കിൽ ഇവിടെ കല്യാണം നടക്കാൻ പോണില്ല. ഇരിക്കുന്ന കോലം കണ്ടില്ലേ? പിന്നെ ഞങ്ങൾക്ക് 2 രൂപ കണ്ടി നിങ്ങൾ 2 രൂപ പണിയെടുക്കേണ്ട കാര്യമില്ല. ഓ, നീ കഷ്ടപ്പെടുമായിരിക്കും. നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പ്രായത്തിന്റെ ഓരോ ചാട്ടങ്ങൾ. നിന്നെ പഠിപ്പിച്ചൊരു നിലയ്ക്ക് എത്തിക്കാനായിരുന്നു എന്റെ ഉത്തരവാദിത്തം. ഇപ്പൊ ഒന്നുകൂടി എന്റെ തലയിലായി. അതിനെ പട്ടിണിക്കിടാതെ വല്ല ജോലിക്കും പോകാൻ നോക്കണം. ഞാൻ ജോലിക്ക് പോകണം, പ്രശ്നം കഴിഞ്ഞല്ല. ആ, പ്രിയ ചേച്ചി. ആ മോളെ, സുഖമാണോ നിനക്ക്? ചേച്ചി സുഖം. കൃപയ്ക്കോ? അവള് സുഖമായിട്ടിരിക്കുന്നു. അവൾക്ക് അഡ്മിഷൻ കിട്ടി, ബാംഗ്ലൂർക്ക് പോയി. അല്ല, നിന്റെ അഡ്മിഷൻ കാര്യം എന്തായി? അമലേട്ടൻ ജോലി നോക്കുന്നുണ്ട് ചേച്ചി. അത് കിട്ടിയല്ല ശരിയാവും. അവൾ എപ്പോഴും പറയുമായിരുന്നു മോളെ അവളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തെന്ന്. പല സബ്ജക്റ്റും അവൾക്ക് പാടായിരുന്നല്ലോ. മോളുടെ ട്യൂഷൻ നോട്ടൊക്കെ കൊടുക്കുമെന്നും പറയുമായിരുന്നു. അവളും മിടിക്കുക ചേച്ചി. അതുകൊണ്ടല്ലേ അവൾക്ക് ബാംഗ്ലൂരൊക്കെ അഡ്മിഷൻ കിട്ടിയത്. അന്ന് കാശിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ടേ അവൾക്ക് ട്യൂഷനൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ അവളെ ഭാഗ്യത്തിന് ഇപ്പൊ എൻട്രൻസ് എഴുതി എടുത്തതുകൊണ്ടേ ഫീസ് കുറഞ്ഞ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ മോൾ ഒരു വർഷം വെറുതെ കളയരുത്, പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ നോക്ക്. ഈ വർഷം പോയാൽ പാടാ. പിന്നെ ആ ചേച്ചി, അമലേട്ടൻ തിരക്കുന്നുണ്ട്. ചേട്ടന് ജോലിയായ പിന്നെ ഒരു പ്രൈവറ്റ് കോളേജിലെങ്കിലും വിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. മോള് പോയത് പിന്നെ അമ്മയച്ചിന് നാട് വിട്ടുപോയി അല്ലേ? ഏതോ ബന്ധു വീട്ടിലാണെന്നൊക്കെയാ കേട്ടെ. ആരുടെ 2 പേരും മിണ്ടില്ലായിരുന്നു. ഞാൻ തന്നെ മോള് പോയത് അറിഞ്ഞതേ അവരെ കാണാതായി അന്വേഷിച്ചപ്പോഴാ. മോളെ വിളിച്ചായിരുന്നോ? വിളിക്കുമായിരിക്കും, എത്രയായാലും അമ്മയച്ചനും അല്ലേ. ചേച്ചി, അവരെ പറ്റി എന്നോടൊന്നും പറയരുത്. എന്റെ ഇഷ്ടം അംഗീകരിച്ച അവർക്കെന്താ? അമലേട്ടൻ എന്താ ഒരു കുഴപ്പം? ചേട്ടനെ പൊന്നു അല്ലേ നോക്കണേ? അത് മോളെ, അവൻ ചെറിയ പയ്യനില്ലേ, അതുകൊണ്ടായിരിക്കും. അവര് വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 2 പേരും നല്ലൊരു നിലയിൽ എത്തിയിട്ട് കല്യാണം നോക്കാന്ന് പറഞ്ഞു. അത്രയല്ലേ ചെയ്തോളൂ. അതൊന്നും അല്ലേ ചേച്ചി, അവരുടെ സ്റ്റാറ്റസിനാവാൻ പറ്റിയില്ല. എന്നെ എന്തോരം ഉപദ്രവിച്ചെന്നറിയോ? എനിക്ക് വേറെ കല്യാണം നോക്കിയപ്പോഴല്ലേ ഞാൻ അമലേട്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോയെ. മോളെ, അവര് നിന്റെ നല്ലതായിരിക്കില്ലേ ആഗ്രഹിച്ചത്? ചേച്ചി, അവരെ സൈഡ് പറയണ്ട. ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്കിപ്പോ നല്ലൊരു ജീവിതം കിട്ടി. ഞാൻ ഇഷ്ടപ്പെട്ട ആളോട് ജീവിക്കാനും പറ്റി. പിന്നെ എനിക്ക് ഇനി അവരെ കാര്യം അറിയണ്ട. പിന്നെ ചേച്ചി, കൃപ അന്വേഷിച്ചെന്ന് പറയണം. ബാംഗ്ലൂർ, അതും കൃപ. അവളുടെ ഭാഗ്യം. എന്റെ നോട്ട്സ് വാങ്ങി പഠിച്ചവളാണ്. ആ, എന്റെ വീട്ടുകാരന് ഏട്ടനൊന്നും കൊടുക്കില്ല. അതിനവരുടെ ആർക്കാണോ? അപ്പൊ ഞാൻ തന്നെ കണ്ടറിഞ്ഞു ചെയ്യണം. എനിക്കും ജോലി വാങ്ങണം, ഏട്ടനെ സഹായിക്കണം. ചേട്ടാ ചേട്ടാ, ഞാൻ ചേച്ചിയോട് ചോദിച്ച് കറി ഉണ്ടാക്കാൻ പഠിച്ചു. ചേട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. കുളിക്കാനൊന്നും വയ്യ, ഭയങ്കര ക്ഷീണം. പിന്നെ കുളിക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ഇന്നലെ ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴി എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയെ കണ്ടിരുന്നു. കടയിൽ പോയാ? നിന്റെ അടുത്ത് പുറത്തുനിന്ന് പോകലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് കറിക്കുള്ള സാധനം വാങ്ങാൻ പോയതാ. അപ്പൊ ആ ചേച്ചി പറഞ്ഞു കൃപയ്ക്ക് ബാംഗ്ലൂരിൽ അഡ്മിഷൻ ആയെന്ന്. എന്നോട് സമയം കളയാതെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു മാളു, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാലോ. ചേട്ടൻ ജോലിയായിട്ട് നോക്കാന്നല്ലേ പറഞ്ഞേ, അതാ ഞാൻ ഓർമ്മിപ്പിച്ചേ. എടി, എന്റെ ഇപ്പോഴത്തെ ജോലി എനിക്ക് ശരിയാവാൻ തോന്നുന്നില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്. അവിടെ ഇട്ട് അടിമയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണം. ക്യാഷ്യർ ജോലി എന്ന് പറഞ്ഞ് ചെന്നതാ. എനിക്ക് തോന്നുന്നില്ല ഇത് മുന്നോട്ട് പോകും. ചേട്ടാ, ഇപ്പൊ ഈ ജോലി കളയണ്ട. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ജോലി തന്നെ കിട്ടിയെന്ന് ചേച്ചി പറഞ്ഞല്ലോ. അവരങ്ങനെ പലതും പറയും. നമുക്ക് അഡ്മിഷനൊക്കെ പിന്നെ എടുക്കാം. ഇപ്പൊ ആരെടുത്ത് ഞാൻ കുളിച്ചിട്ട് വരാം. ഹലോ, വേണോമാ? ഞാനിതൊട്ട് പണിക്ക് വരല്ല, എനിക്ക് വയ്യ. അച്ഛാ, എന്ത്? നാളെ മാളുവിന്റെ ബർത്ത്ഡേ ആണ്. ഓ, 19 ആയല്ലേ? അതിനിപ്പോ എന്ത്? അല്ല, ഒരു കേക്ക് വാങ്ങിക്കണം. ഒരു 500 രൂപ. ജോലി ശരിയാകുമ്പോൾ തിരിച്ചു തരാം. നീ ആരാണ് അതിന്റെ വിചാരം?
ഉള്ള പണിയും കൊണ്ട് കളഞ്ഞ് അവന് ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. അവളുടെ വീട്ടുകാരുടെ ശാപം നീ എവിടെ കൊണ്ട് കളയോടാ? ഗതി പിടിക്കോടാ നീ? നിനക്ക് തോന്നുന്നുണ്ടോ അത്? രാജകുമാരി പോലെ ആ വീട്ടിൽ വളർന്ന കൊച്ചായിരുന്നു. അതിലും വലിയ നിലയിൽ നോക്കാൻ പറ്റുമെങ്കിൽ നീ പണിക്ക് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അത് ഇവിടെ കിടന്ന് നരയിക്കുന്നു, പഠിപ്പും മുടങ്ങി. ഞാൻ പണിക്ക് വന്നിട്ട് ഇവിടെ പട്ടിണിയില്ലാതെ കിടക്കുന്നു. അതിനാണല്ലോ അവൻ്റെ ബർത്ത്ഡേ ആഘോഷം. അച്ഛന് തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി, അല്ലാതെ അച്ഛൻ്റെ കൂടുതൽ പ്രാരാബ്ധ കഥയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറയോടാ, എനിക്ക് അതിൻ്റെ വിഷമമുണ്ട്. അതിനൊരു നല്ലൊരു ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ടാ? നീ എങ്ങനെയാണ് അവളെ നോക്കാൻ പോകുന്നത്? അന്നത്തെ കാലത്ത് നിന്റെ അമ്മയെ കെട്ടുമ്പോൾ എനിക്ക് 100 രൂപയായിരുന്നു ശമ്പളം. അത് വെച്ചാൽ ഞാൻ അവളെ നോക്കിയത്. അതുപോലെ ഒന്നും നിനക്കില്ല. ഓർമ്മ വേണം. എൻ്റെ അമ്മോ, എനിക്ക് അച്ഛൻ്റെ പൈസ വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ ഇപ്പോൾ ആ വേണുവിൻ്റെ കടയിൽ തന്നെ തുടരും. പിന്നെ വേറെ എന്തെങ്കിലും നോക്കാം. നമുക്കിപ്പോൾ അവളെ പഠിക്കാനും വിടാം. അവളെ പഠിപ്പ് തുടരണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതുമാത്രമല്ല, അവളെ ഇനി കോളേജ് ഇട്ടിട്ടാണ് ആരെങ്കിലും കളിയാക്കെ, അതും കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ വിടാത്തത്. അല്ലാതെ പണവും ജോലി ഇല്ലാത്തതുകൊണ്ടല്ല. ഒന്ന് പോവാച്ച. നിന്റെ ചേച്ചി ഞാൻ അവളുടെ ബർത്ത്ഡേ പറഞ്ഞിട്ടില്ല. നിന്റെ ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞു. ഒരു കേക്ക് വാങ്ങി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട്. അളവ് ശരിയാണോ എന്നറിയില്ല. ഒരച്ഛനായി പോയില്ലേ, എന്ത് ചെയ്യാനാ. താങ്ക്സ്. ഓ, നന്ദിയൊക്കെ പറയാൻ തുടങ്ങിയോ? എങ്കിൽ നിന്റെ ചേച്ചിക്കും കൊടുത്തരാം ഒരു നന്ദി. ഓ, അവക്കൊന്നും വേണ്ട. മോളെ മാളു, നീ എൻ്റെ സ്വന്തം അനിയത്തെ പോലെ, അതുകൊണ്ട് ചേച്ചി പറയുന്ന പോലെ കേട്ടാൽ മതി. ഇന്നു മുതൽ നീ എൻ്റെ റൂമിൽ കിടന്നാൽ മതി. അതെന്താ ചേച്ചി? വേറൊന്നുമല്ല മോളെ, നമ്മുടെ എല്ലാവരുടെയും ചെലവ് ഇപ്പം ഞാനും അച്ഛനും കൂടെ നോക്കുന്നത്. ഇനി ഇവിടെ ആൾ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. അല്ല, അതിന് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. മോളെ അറിയാലോ, ഈ കുഞ്ഞെന്നൊക്കെ പറയുന്നത് ദൈവം തരുന്നതാ. പുള്ളിക്കാരൻ ഇപ്പം പെട്ടെന്ന് ഒരാളെ ഇങ്ങോട്ട് തരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മോള് ഞാൻ പറയുന്ന കേക്ക്. അവൾ ഒരിടത്തും വരലില്ല, അവൾ എൻ്റെ കൂടെ കിടന്നോളൂ. നീ പോയി, നീ ഇടയ്ക്ക് ഇവിടെ നിന്ന് വന്ന്. അവൾ എൻ്റെ ഭാര്യയാണ്, അവൾ എൻ്റെ കൂടെയാണ് കിടക്കേണ്ടത്. ആദ്യം നീ ഒരു ജോലി വാങ്ങി അച്ഛനെ സഹായിക്കും, എന്നിട്ടാവാം ഭാര്യയും ഭർത്താവും കളി. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എന്നെ വെറും പൊടിക്കുപ്പിയാക്കളെ പരിപാടി നിർത്തിക്കും. നിങ്ങൾ രണ്ടുപേരെ ഇവളെ കൊണ്ടുവന്ന് അന്നോട്ട് തുടങ്ങിയതാണ് എൻ്റെ അടുത്ത് ചൊറിയാൻ. പിന്നെ നിന്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. ഇത്രയും വയസ്സായിട്ട് ഒന്നും നടക്കണില്ലല്ലോ, അതിന്റെ പ്രശ്നം. എന്നുവെച്ചാൽ ഞാൻ ജോലിയും കൂലി ഇല്ലാത്തവൻ വരെ പോയി കയറിയില്ലല്ലോ. ചേട്ടാ, ചേച്ചിയോട് ചുമ്മാ തർക്കിക്കാതെ. ചേച്ചി നമ്മളെ നല്ലതിന് വേണ്ടിയല്ലേ പറയണേ. ഓഹോ, നീ അവളെ സൈഡായ? അപ്പൊ നിനക്ക് എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലേ? പാക്ക് എന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പാക്കേടി, വേറെ സംസാരം ഇറങ്ങി. ചേട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? എനിക്ക് ചേട്ടൻ കൂടെ നിന്നാ മതി. അതിന് വേണ്ടിയല്ലേ ഞാൻ ചേട്ടൻ കൂടെ ഇറങ്ങി വന്നത്. നീ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ഇവിടെ പറഞ്ഞ ജോലിക്കും കുടിക്കും പോകത്തല്ലേ. പിന്നെ പിന്നെ നീ എന്ത് പറഞ്ഞാ? നിനക്ക് സ്ഥിരം പരാതിണ്ടല്ലോ, ഞാൻ പഠിക്കാൻ പറ്റില്ലെന്ന്. നീ കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി. നീ അവരെ കൂടെ കിടന്നാൽ മതി. എന്റെ സംസാരിക്കാൻ വരുന്നത് ഇറങ്ങി. എന്നെ സംസാരിക്കാൻ പറഞ്ഞില്ലേ? ഇനി ഞാൻ കൈ വെക്കും. മിണ്ടായി ഇറങ്ങി പെട്ടെന്ന് പാക്ക്. നീ കയറി ചേച്ചി, കയറി നീ പാടി. അവളല്ലേ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്, നീയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം. സ്ഥിരമായിട്ടൊരു ജോലി കണ്ടുപിടിച്ചിട്ട് മാത്രം ഇവിടെ വന്നാൽ മതി. 3 ദിവസം കഴിഞ്ഞ് കളഞ്ഞിട്ട് വരുന്ന ജോലിയല്ല, സ്ഥിരമായിട്ടൊരു ജോലി. അപ്പോൾ അതൊരു മാളുടെ സുരക്ഷിതമായിരിക്കും. അവളുടെ അഡ്മിഷൻ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അവളെ ചെലവും പഠിപ്പെല്ലാം ഞാൻ നോക്കിക്കോളാം. നിനക്ക് ഞാൻ വാങ്ങി തന്ന ജോലിക്ക് പോയാലേ ബുദ്ധിമുട്ട്. നീ സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്തും, എന്നിട്ട് നീ മുമ്പ് വന്നാൽ മതി. എന്റെ മാത്രമല്ല, അവളെ. ചേച്ചിയുടെ അകത്ത് പോയിക്കോ.